ഈ ലോകം കണ്ടതിലെ ഏറ്റവും വലിയ തട്ടിപ്പുകളൊന്നായിരുന്നു 2014 ഇന്ത്യയിൽ സംഭവിച്ച സ്മാർട്ട് ഫോൺ തട്ടിപ്പ്. അതെ, റിംഗിംഗ് ബെൽസ് എന്ന് പറയുന്ന കമ്പനി ഫ്രീഡം 251 എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ വെറും 251 രൂപയ്ക്ക് ലോഞ്ച് ചെയ്യുന്നതായിട്ട് അവരൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതിൽ അവർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തുള്ളതിലെ മോസ്റ്റ് അഫോർഡബിളും അതുപോലെ തന്നെ മോസ്റ്റ് ചീപ്പസ്റ്റുമായ ഒരു സ്മാർട്ട് ഫോണാണ് അവർ ലോഞ്ച് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടായിരുന്നു അവർ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 GB റാമും 8 GB ഇന്റേണൽ സ്റ്റോറേജും ഫ്രണ്ടും ബാക്കും ക്യാമറയും അതുപോലെ തന്നെ എക്സ്പാൻഡബിൾ മെമ്മറി വിത്ത് അഡീഷണൽ മെമ്മറി കാർഡ് സോർട്ടോടെയാണ് അവർ ലോഞ്ച് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടായിരുന്നു അവർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു ക്യാമ്പയിൻ കണ്ടപ്പോൾ തന്നെ മറ്റ് സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എല്ലാവരും പറഞ്ഞു ഇതൊരു ഇമ്പോസിബിൾ ആയ കാര്യമാണ്. കാരണം ഒരു സ്മാർട്ട് ഫോൺ ബിൽഡ് ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് 2500 രൂപയെങ്ങാനും വേണം. അപ്പോൾ ഇവരെങ്ങനെ 251 രൂപയ്ക്ക് കൊടുക്കാൻ കഴിയുമെന്നാണ് മറ്റ് സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എല്ലാവരും ചോദിച്ചത്. അപ്പോൾ അതിന് ഇവർ പറഞ്ഞ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നുണ്ട്, GST അതുപോലെ തന്നെ മറ്റ് ടാക്സ് എല്ലാം തന്നെ കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ടാക്സ് എമൗണ്ട് അവർക്ക് മിച്ചം വരികയാണ്. അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോണിൽ കുറേ ഇൻബിൽഡ് ആയിട്ട് ആപ്സ് ഉണ്ട്. അപ്പോൾ ഈ ആപ്സ് ഇൻബിൽഡ് ആയി വെക്കാൻ തന്നെ ആ ആപ്സ് കമ്പനിയിൽ നിന്നെല്ലാം തന്നെ അവർ കുറേയധികം ക്യാഷ് വാങ്ങുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ടാക്കിൾ ചെയ്തിട്ടാണ് ഈ എമൗണ്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ കമ്പനി പറഞ്ഞത്. അപ്പോൾ ഇതിനും സ്മാർട്ട് ഫോൺ കമ്പനികൾ പറഞ്ഞു അതായത് ആപ്സ് ഒന്നും അത്ര ക്യാഷ് കൊടുക്കില്ല എന്ന്. പക്ഷേ ഇങ്ങനെ പറഞ്ഞെങ്കിലും ജനങ്ങളൊന്നും ഇത് വിശ്വസിച്ചില്ല. കാരണം ജനങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് മറ്റ് സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എല്ലാവരും 10,000-നും 20,000-നും വിൽക്കുമ്പോൾ ഇവർ 251 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ അവരുടെ മാർക്കറ്റ് പോകുന്നതുകൊണ്ടാണ് അവർ ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ആക്കുന്നത് എന്നായിരുന്നു ജനങ്ങൾ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഇവർ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഓൺലൈൻ ബുക്കിങ്ങും സ്റ്റാർട്ട് ചെയ്തു. അതായത് ഫെബ്രുവരി 18 തൊട്ട് 21 തീയതി വരെയായിരുന്നു ഓൺലൈൻ ബുക്കിംഗ് ഡേറ്റ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഓൺലൈൻ ബുക്കിങ്ങിൽ ഏകദേശം ഫസ്റ്റ് ദിവസം തന്നെ 70 മില്യൺ സ്മാർട്ട് ഫോണോളം ബുക്ക് ചെയ്തു. ആദ്യത്തെ ദിവസം തന്നെ അവരുടെ വെബ്സൈറ്റ് തന്നെ ക്രാഷ് ചെയ്തു പോയി. അതിൽ 30,000 ആൾക്കാർ ഓൺലൈനിൽ തന്നെ ക്യാഷും അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഫെബ്രുവരി എൻഡോടെ എല്ലാവരും ബുക്ക് ചെയ്ത എല്ലാവർക്കും ഡെലിവറി ചെയ്യും എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇവർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഫെബ്രുവരി അവസാനമായപ്പോൾ ഇവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ബുക്കിംഗ് കുറേ വന്നു, അതായത് കുറേ അധികം സ്മാർട്ട് ഫോൺസ് നിർമ്മിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് കൺഫ്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഇവർ 1 മാസം അവകാശം കൂടെ കൂടുതലായിട്ട് ചോദിച്ചു. അതായത് ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ചിൽ ഞങ്ങൾ ഡെലിവറി ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ മാർച്ചിലും ഡെലിവറി ആവാത്തതുകൊണ്ട് ഇവർ പറഞ്ഞു ജൂണിൽ എല്ലാവർക്കും വരും, അതുപോലെ തന്നെ ജൂലൈയിൽ വരും, ഡിസംബറിൽ വരും. ഇങ്ങനെ മാസങ്ങൾ നീണ്ടുപോയിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഇതിൽ ഒരു പ്രത്യേകത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസങ്ങൾ നീണ്ടു പോകുന്നുണ്ടെങ്കിലും ആൾക്കാർ ഇതിനെതിരെ ഒരു കംപ്ലൈൻറ്റ് പോലും കൊടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് വെറും 251 രൂപയ്ക്ക് നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോകുകയാണെങ്കിൽ നമ്മൾ ഒരു വക്കീലിനെ കാണണം, അതുപോലെ തന്നെ നമുക്ക് മറ്റ് ട്രാവലിംഗ് എക്സ്പെൻസ് അങ്ങനെ എല്ലാ എക്സ്പെൻസും കൂടെ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ഡബിൾ എമൗണ്ട് പോകും. അപ്പോൾ എന്തുകൊണ്ടാണ് വെറും 251 രൂപയല്ലേ എന്ന് പറഞ്ഞാൽ പലരും ഇതിനെ വിട്ട് കളഞ്ഞു ഈ 251 രൂപ തുക. ഈ 251 വെച്ച് അവർ കോടാനുകോടി രൂപ സമ്പാദിച്ചു. പക്ഷേ ഇതിൽ ഇവർക്ക് ഒരു തിരിച്ചടി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഇവർ 251 രൂപ വെച്ച് മേടിക്കുകയാണെങ്കിൽ ഇവർക്കെതിരെ ഒരു കേസ് പോലും വരില്ലായിരുന്നു. പക്ഷേ ഇവർ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കയ്യിൽ നിന്ന് അതായത് ഞങ്ങൾ ഇത്ര സ്മാർട്ട് ഫോൺ വരാമെന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്നും കോടാനുകോടി രൂപ വാങ്ങി. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ബൾക്ക് എമൗണ്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യും. അങ്ങനെ പോലീസ് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലായത് അതായത് ഇതിൻ്റെ പിന്നിലുള്ളത് വെറും ഒരു ഫ്രോഡാണ്. അതായത് ഇങ്ങനെ ഒരു കമ്പനിയും ഇല്ല, അതുപോലെ തന്നെ അവർ സ്മാർട്ട് ഫോണും നിർമ്മിക്കുന്നില്ല എന്ന്. അപ്പോൾ പോലീസ് ഇതിനെക്കുറിച്ച് ഫുള്ളായി ഡീറ്റെയിൽ ചെയ്ത് ഇതിൻ്റെ സിഇഒനെ അറസ്റ്റും ചെയ്തു. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ ആരെങ്കിലും ബുക്ക് ചെയ്തായിരുന്നോ? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.